ലേസർ ചികിത്സ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വളരെ ഉപയോഗപ്രദമാണ്. അത് ഏതൊക്കെ കണ്ടീഷൻസാണ് സ്റ്റാൻഡേർഡ് TURP ആയിട്ട് ബെനിഫിറ്റ് ആയിട്ടുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് TURP എന്ന് പറഞ്ഞാൽ അത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് എത്രയോ കാലം നമുക്ക് എല്ലാ സർജൻസും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാർഡിയാക് പേഷ്യൻസ്, സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയ വലിയ റിസ്ക് ഉള്ള പേഷ്യൻസിനൊക്കെ ഈ TURP ഓൾവേസ് റിസ്ക് ഈ പ്രൊസീജിയറാണ്. അതിന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാക്കും. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ്, സോഡിയം പൊട്ടാസ്യം ഇംബാലൻസ് യൂസ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ TURP ഉപയോഗിക്കുന്നത് ഈ ഗ്ലൈസിൻ എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ ഇട്ടിട്ടാണ് നമ്മൾ ആ സ്റ്റാൻഡേർഡ് TURP ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൈസിൻ അബ്സോർപ്ഷൻ ബോഡിയിൽ വരുമ്പോൾ നമുക്ക് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് ഉണ്ടാവും. ഒരു TUR സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടെമ്പററി ആയിട്ട് നമ്മുടെ വിഷൻ വരെ പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആണ് ഈ സ്റ്റാൻഡേർഡ് TURP. അതിനെല്ലാം അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലേസർ ചികിത്സ പ്രോസ്റ്റേറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഈ ലേസറിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഹാർട്ട് പേഷ്യൻസോ ന്യൂറോളജി സ്ട്രോക്ക് പേഷ്യൻസിനോ എന്ത് റിസ്കിൽ വലിയ ഗ്രന്ഥി വളരെ വീക്കമുള്ള ഇതൊക്കെ വളരെ സേഫായിട്ട് നമുക്ക് ലേസർ ഉപയോഗിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് TURP എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ കൂടുതൽ നമുക്ക് TURP നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം 1 അവർ കൂടുതൽ ആരും പ്രൊസീഡ് ചെയ്യാറില്ല. കാരണം അത് ഫ്ലൂയിഡ് ബോഡിയിൽ അബ്സോർബ് ചെയ്യുമ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞു ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകും, അപസ്മാരളക, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ലേസറിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം ലേസറിൽ എന്ന് പറഞ്ഞാൽ സലൈൻ ഇറിഗേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് ഓപ്പറേഷൻസിൻ്റെ ടൈം ലിമിറ്റ് ഇല്ല. ഇപ്പോൾ വലിയൊരു 100 ഗ്രാം 150 ഗ്രാം ഉള്ള ഇതാണ്. ഇപ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്താലും പേഷ്യൻസിന് യാതൊന്നും സംഭവിക്കത്തില്ല. പേഷ്യൻ്റ് വളരെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകും. ആ ജനറൽ അനസ്തേസിയ തന്നെ ചെയ്യാം നമുക്ക്. പിന്നെ ബ്ലീഡിങ് വളരെ കുറവാകും. ഒത്തിരി വ്യത്യാസമുണ്ട് സ്റ്റാൻഡേർഡ് TURPയും ലേസർ ചികിത്സയിലും. പിന്നെ ഞാൻ ഓപ്പറേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറിഗേഷൻസ് വേണ്ട. നമുക്ക് റെസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് TURP ചെയ്യുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യും. അതിൻ്റെ ആവശ്യം ഈ ലേസർ TURPയില്ല. മിക്കവാറും പേഷ്യൻസ് ഓപ്പറേഷൻ കഴിഞ്ഞ് ICU കെയർ ആവശ്യം വേണ്ടി വരാറില്ല ലേസർ ബേസ് ചെയ്യുമ്പോൾ. സ്റ്റാൻഡേർഡ് TURP ചെയ്യുന്ന സമയത്ത് അത് വളരെ ഗോൾഡ് സ്റ്റാൻഡേർഡാണ്. പക്ഷെ അതിൽ നമുക്ക് ICUവിൽ ചിലപ്പോൾ കിടത്തേണ്ടി വരും. ഞാൻ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും. ഒത്തിരി വ്യത്യാസമുണ്ട്. ബെനിഫിറ്റ്സ് ആണ് ലേസർ വെച്ച് നമുക്ക് കണ്ടുവരുന്നത്.